നമസ്കാരം. അമേരിക്കയും ഇസ്രയേലും ഇറാനും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം ഭാവിയിലെ യുദ്ധങ്ങളും ഡ്രോണുകളും ആളില്ലാ ആകാശ വാഹനങ്ങളും ഉപയോഗിച്ച് ആയിരിക്കുമെന്നാണ് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഭാവിയിൽ നടക്കുന്ന യുദ്ധങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഡ്രോണുകൾ ആയിരിക്കുമെന്നാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ യുദ്ധത്തിനായി ഉപയോഗിക്കുക ഡ്രോണുകളും ആളില്ലാ ആകാശ വാഹനങ്ങളും ഉപയോഗിച്ചായിരിക്കുമെന്നാണ് ഈ യുദ്ധം നമുക്ക് ഒരു സന്ദേശം തന്നെ നൽകുന്നത്. ഇറാന്റെ ഷാഹേദ് ഡ്രോൺ പരമ്പരയും അതിവേഗ മിസൈലുകളും ശത്രു പ്രതിരോധത്തെ വലിയ തോതിൽ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ്. ശത്രുവിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ കുറഞ്ഞ വിലയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൽ ലളിതമായ ഒരു തന്ത്രമാണ് മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തിനുള്ളത്. സമീപകാല റിപ്പോർട്ടുകൾ പ്രകാരം കുറഞ്ഞ വിലയുള്ള ഡ്രോണുകളുടെ കൂട്ടം കപ്പലുകൾക്ക് സാരമായ കേടുപാടുകൾ വരുത്തുകയും പ്രത്യേകിച്ച് തീരദേശ മിസൈലുകൾക്കും ഇലക്ട്രോണിക് ആക്രമണങ്ങൾക്കും ഉപയോഗിക്കുമ്പോൾ ഇത്തരം ആക്രമണങ്ങൾ നാവികസേനയെ പാളികളുള്ള വ്യോമ പ്രതിരോധവും ഇലക്ട്രോണിക് യുദ്ധവും ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇത് തീരപ്രദേശങ്ങൾക്ക് സമീപം വിന്യസിച്ചിരിക്കുന്ന US നാവിക ഗ്രൂപ്പുകൾക്ക് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് ഏറെ ഒരു ആശങ്ക സൃഷ്ടിക്കുകയാണ്. റഷ്യ യുക്രൈൻ ആയാലും US ഇറാൻ ആയാലും സമീപകാല സംഘർഷങ്ങൾ ഡ്രോണുകളും UAVകളും നിർണായക ആയുധങ്ങളായി മാറിയിരിക്കുന്നുവെന്നാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ വില കുറഞ്ഞ ആയുധങ്ങൾ നിരീക്ഷണത്തിനും ആക്രമണത്തിനുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. നിലവിൽ ഇറാന്റെ ഷാഹിദിനേക്കാൾ ഒരു ഡ്രോൺ വികസിപ്പിക്കുന്നതിനാലാണ് ഇന്ത്യയുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ആയുധങ്ങൾ വഹിക്കാനും നിരീക്ഷണം നടത്താനും ഈ ഡ്രോണിന് ശേഷിയുണ്ടാകുമെന്നാണ് HAL ചെയർമാൻ DK സുനിൽ പറയുന്നത്. HAL നിലവിൽ ഒരു വലിയ പക്ഷിയെക്കുറിച്ചുള്ള ഒരു പഠനത്തിലാണ്. കൂടാതെ അതിന്റെ ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഷാഹിദിനെ അപേക്ഷിച്ച് ഡ്രോൺ വലുപ്പത്തിൽ വളരെ വലുതാണ്. എന്നിരുന്നാലും നിരവധി ഇന്ത്യൻ സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങൾ ചെറിയ ഡ്രോണുകളെക്കുറിച്ച് ഇപ്പോൾ മാറിയൊന്ന് ചിന്തിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ചെറിയ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിക്കൂടാ എന്ന്. ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഡ്രോണുകളുടെയും UAVകളുടെയും ഉപയോഗം വർദ്ധിപ്പിക്കാൻ സേന ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. തന്ത്രപരമായ തലത്തിൽ നിരീക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് കാലാൽപ്പട ഉൾപ്പെടുന്ന ബറ്റാലിയനുകളെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യം ഇതിനകം ഇസ്രയേലി ഹെറോൺ സെർച്ചർ 2 ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം 31 MQ-9 ഡ്രോണുകൾക്കുള്ള കരാർ ഇതിനകം അന്തിമമായിട്ടുണ്ട്. തയ്യാറായി കഴിഞ്ഞാൽ പുതിയ ഡ്രോണുകൾ ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടും. 2023 റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അസർബൈജാൻ സായുധ ഡ്രോണുകൾ ഉപയോഗിച്ചപ്പോഴാണ് ഡ്രോൺ ആദ്യമായി യുദ്ധം ലോകമെമ്പാടും ഒരു ശ്രദ്ധ ആകർഷിക്കുന്നത്. അതായത് ഡ്രോൺ കൊണ്ടും യുദ്ധം നടത്താമെന്ന്. 2023 അർമേനിയ അസർബൈജാൻ സംഘർഷത്തിലാണ് ഇത് നടന്നത്. ഇറാൻ ഷാഹിദ് 136 ഡ്രോണുകൾ അവർ ഉപയോഗിച്ചു. ഡ്രോണിന് 200 കിലോഗ്രാം മാത്രമേ ഭാരമുള്ളൂ. 50 കിലോഗ്രാം വാർ ഹെഡ് ഉപയോഗിച്ച് ഏകദേശം 2000 കിലോമീറ്റർ പറക്കാൻ കഴിയും. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ഡ്രോണുകൾ വില കുറഞ്ഞതായിരിക്കും. $50,000 മാത്രമേ വിലയുള്ളൂ. അതേസമയം ഇന്റർസെപ്റ്റർ മിസൈലിന് 100 മടങ്ങ് വില കൂടുതലായിരുന്നു. അതേസമയം ഡ്രോണുകളിലും ആന്റി ഡ്രോൺ സംവിധാനങ്ങളിലും യുക്രൈൻ അനുഭവം നേടിയിട്ടുണ്ട്. ഈ ഡ്രോണുകൾ റഷ്യയുടെ ബോംബർ കപ്പലുകളെ ആക്രമിക്കുകയും ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തു. UAVകളും വികസന രാജ്യം അതിവേഗം പുരോഗമിക്കുന്ന സമയത്താണ് ഡ്രോൺ വികസനം വന്നിരിക്കുന്നത്. ഇറാന്റെ ഷാഹിദിൽ നിന്ന് വ്യത്യസ്തമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമാണ് ഈ ഡ്രോണുകൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വികസനം പൂർത്തിയാകാത്ത ഈ ഡ്രോണുകൾക്ക് 100 മീറ്ററിലധികം ദൂരം എത്താൻ കഴിയും. കൂടാതെ 25 മുതൽ 40 കിലോഗ്രാം വാർ ഹെഡ് വഹിക്കാൻ കഴിയുമെന്ന പ്രത്യേകതയുമുണ്ട്. ഇനി പീരങ്കികളും ഗണ്ണുകളുമായിരിക്കില്ല ഇനി ഒരു രാജ്യത്തെ ആക്രമിക്കാൻ പോകുമ്പോൾ കഥകൾ പറയാൻ പോകുന്നത്. ഇനി ഡ്രോണുകളായിരിക്കും. കൂടാതെ ആളില്ലാ വിമാനങ്ങളും ലേസർ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളായിരിക്കും ഇനി നടക്കാൻ പോകുന്നത്.